ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഹൂ നോസ് മീ ബെറ്റർ വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പം ദീസ് ആർ മൈ ഫ്രണ്ട്സ്. ഇതിനാണ് ക്വസ്റ്റ്യൻസ് ആൻസർ പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഞാൻ ഇവരെ പരിചയപ്പെടുത്താം. ഓക്കെ, ദിസ് ഈസ് പവിത്ര മാഡം, പവിത്ര ടിപ്സൺ, ആൻഡ് ദിസ് ഇസ് മാളവിക മനോജ്, ദിസ് ഇസ് റോസ്, ദിസ് ഇസ് സ്റ്റാരിയ. ഓക്കെ, അപ്പം ഇവരില് ആർക്കാണ് എന്നെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ചോദിക്കാൻ പോവാ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ? ക്വസ്റ്റ്യൻ നോക്കല്ലേ? അപ്പം ഇവര് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇവര് ആൻസർ എഴുതും, ആരെയും കാണിക്കാതെ എഴുതി. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കളർ? എല്ലാരും കഴിഞ്ഞോ? ഓക്കെ, ഫസ്റ്റ് പവിത്ര. ബ്ലാക്ക്, നേവി ബ്ലൂ. നേവി ബ്ലൂ ഇല്ല, ബ്ലൂവിന് 3/4 മാർക്ക്. 3/4 ഇതിലെ ബ്ലാക്ക് പറഞ്ഞ ഞാൻ ഇവക്ക് എന്നെ ഒന്നും അറിയത്തില്ല. ഇവക്ക് എന്നെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയട്ടെ? വാട്ട് ഈസ് മൈ ഫേവറേറ്റ് മൂവി? ഭയങ്കര സിമ്പിൾ. എന്റെ ഫേവറേറ്റ് മൂവി എന്നെ അറിയാവുന്നവർക്കറിയാം. മലയാളം, ഹിന്ദി, തമിഴ്. വെരി ഓബ്വിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഞാൻ എഴുതി ഇംഗ്ലീഷ് മൂവി കാണാൻ. ടൈറ്റാനിക് is also my favorite movie, but most favorite ഇല്ല. പവിത്ര ആദ്യം എഴുതിയ ഓക്കെ ഓക്കെ. മൈ ഫോൾട്ട്. ആ മൂവി ഞാൻ കണ്ടിട്ടേ ഇല്ല, അപ്പൊ വായിച്ചിട്ടുള്ളൂ. എഴുതിയിട്ടില്ല. പവിത്ര മൈ ട്രൂ ഫ്രണ്ട് പറ. യെസ്, ഹാരി പോട്ടർ എഴുതിയിട്ട് വെട്ടിയിട്ട് ഇനിയൊന്നും പറയണ്ട. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്? അത് കുറച്ച് ടഫായിരുന്നു. ഓക്കെ, ഇനി ഞാൻ എഴുതട്ടെ. എപ്പോഴും ബിരിയാണിന്നാ പറയാറ്. ഇതിനകത്ത് ബർഗർ, പാസ്ത, പിസ്സ അങ്ങനത്തെ ഫുഡ് ഐറ്റം. ബിരിയാണിയാണ് എപ്പോഴും പറയാറ്. ശരിയാ, ബിരിയാണി എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് അടുത്ത ആൾക്കാരാണ് മോസ്റ്റ് പെർഫെക്റ്റ് ചെയ്താൽ നോക്കാം. ഫ്രഞ്ച് ഫ്രൈസ്. എപ്പം ഞാൻ പറഞ്ഞതാ ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. നീ കടയിൽ പോകും ഇഷ്ടമല്ല. നീ കടയിൽ പോകുമ്പോൾ പറഞ്ഞു നമുക്ക് ഫ്രൈഡ് റൈസ് എന്തിനാ കൊണ്ട് തന്നെ അൽഫാം. ഫ്രൈഡ് റൈസ് ആണ് അൽഫാം. ബീഫാണ് ഏറ്റവും ഇഷ്ടം. ബീഫിനെ കുറച്ചേ പറയുള്ളൂ. ചിക്കൻ വലിയ ഇഷ്ടമല്ല. അത് ബിരിയാണി എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ബീഫും ബിരിയാണി. മാർക്ക് ബിരിയാണി പറഞ്ഞവർക്കൊക്കെ 1 കിട്ടും. ആ ഫ്രഞ്ച് ഫ്രൈസിന് -1 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മൈ ഡ്രീം വെക്കേഷൻ ഡെസ്റ്റിനേഷൻ? എനിക്കൊരു സ്ഥലം ഇഷ്ടമാണ്. ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അല്ല, ക്ലൂ ഔട്ട് ഓഫ് ഇന്ത്യ. ഞാൻ എഴുതുന്ന കൺട്രി അല്ലെങ്കിൽ നീ പറ. സ്വിറ്റ്സർലൻഡ്. എന്റെ ഫേവറേറ്റ് സ്ഥലം സ്വിറ്റ്സർലൻഡ്. എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇവിടെ നീ എപ്പോഴും പറയാറുണ്ട്. അറിയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ബുക്ക്? വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്.
ഫസ്റ്റ് സ്റ്റാനിയ പറഞ്ഞു. ഹാരി പോട്ടർ പിന്നെ ചെയ്തൻ ഭഗത്തുന്ന ഓതറിന്റെ ബുക്കുകൾ ഭയങ്കര ഇഷ്ടം. ഹാരി പോട്ടർ. റോസ് പെർഫെക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ചേതൻ ഭഗത്തിന്റെ കുറിച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് മൈ ഫേവറേറ്റ് വേ ടു റിലാക്സ്? കഴിഞ്ഞോ? സ്റ്റാനിയ പറ. ഇല്ല, സ്റ്റാനിയ പറയും. റീഡിംഗ് ബുക്സും പിന്നെ ലിസണിംഗ് മ്യൂസിക്. സ്റ്റാനിയ കുറച്ച് മാറി കേട്ടോ. കോഫി കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. റീഡിംഗ് ബുക്സും ലിസണിംഗ് മ്യൂസിക്കും. റീഡിംഗ് ബുക്സ് ഞാനും അതെ റീഡിംഗ് ബുക്സ് കറക്റ്റ് അല്ല. എല്ലാം കൊടുത്താണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് മൈ ഡ്രീം ജോബ്? സിമ്പിളാ. അത് ജോബൊന്നും അല്ല. പക്ഷെ ഡ്രീം ജോബ് തന്നെ വേണം. ഞാൻ പറയില്ല. എല്ലാവരും കഴിയട്ടെ. കറക്റ്റ് എല്ലാവരും കഴിഞ്ഞു. ബ്ലോഗർ. എടി ഒരെണ്ണം നീ പക്ഷെ എനിക്ക് ഞാൻ പറയട്ടെ, ബ്ലോഗിംഗ് ഒരു ജോബാണ്. പിന്നെ ജോബല്ല. അല്ലല്ല ബ്ലോഗിംഗ് ഒരു ജോബാണ്. അത് എത്ര പേര് മനസ്സിലാദ്യം വന്നത് ബ്ലോഗറാ വന്നത്. നാളെ ആരെ കൊന്നിട്ടാണെങ്കിലും ഫസ്റ്റ് അടിക്കണമെന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് മൈ ഫേവറേറ്റ് പീസ് ഓഫ് ക്ലോത്തിങ്? എന്റെ ഫേവറേറ്റ് പവിത്ര പറ. മാളവിക. ഞാൻ അവൾക്ക് ഫ്രോക്സ് ചെറിയ ഫ്രോക്സ് ഇല്ല, ഗൗണല്ല, ഞാൻ ചെറിയ സ്മോൾ ഷോർട്ട് ഫ്രോക്സ്. വൃത്തിയായിരിക്കാം മനസ്സിലാക്കാൻ. എനിക്ക് തോന്നി വൃത്തിയായി. പക്ഷെ ഇവർ രണ്ടുപേരും പറഞ്ഞത് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് മനസ്സിലാക്കാം. ഓക്കെ, വാട്ട് വാസ് മൈ ഫേവറേറ്റ് സബ്ജക്ട് ഇൻ സ്കൂൾ? ഓക്കെ, മാളവ് കേട്ടോ? മാത്സ്. Okay, next question കുറച്ച് ട്രിക്കിയാണ്. If I want a lot of money, what would I buy first? ഞാൻ ആദ്യം ആലോചിക്കട്ടെ. എന്തായിരിക്കും അത് വാങ്ങണ പോലെ? എനിക്ക് ഒത്തിരി പൈസ കിട്ടി ഞാൻ ആദ്യം ഒന്ന് വാങ്ങും. ഞാൻ ആദ്യം എന്ത് വാങ്ങും? What would I buy first? അത് ഓൾറെഡി ഞാൻ മേടിച്ചു. നെക്സ്റ്റ് വീടോ? If I want a lot of money എന്നാ. ഓക്കെ. നീ മനസ്സിൽ വെച്ചിട്ടുണ്ടോ? അത് മാത്രമല്ല, ഒന്നെങ്കിൽ നല്ലൊരു ഫോൺ അല്ലെങ്കിൽ ക്യാമറ. അല്ലല്ല നീ ഇപ്പോഴൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് വരും. മാളവിക പറഞ്ഞ ക്യാമറ കണ്ടോ? അതെങ്ങനെ? ലോട്ട് ഓഫ് മണി എന്ന് വിചാരിച്ചിട്ട് ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. If I had one wish, what would it be? ഇപ്പോൾ ആൻസേഴ്സ് വരാൻ കേട്ടോ ഗൈസ്. ഇവര് പല ആൻസേഴ്സ് പറയുന്നെങ്കിലും ആൻസർ ഓ അത് സിമ്പിൾ ആവുന്ന അറിയാൻ തോന്നുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് ആണെങ്കിൽ ഞാൻ മാർക്ക് തരാം. കറക്റ്റ് ആണ് മാർക്ക് തരാൻ. ഓക്കെ, നെക്സ്റ്റ്. അങ്ങനത്തെയാണോ മനസ്സ് വായിക്കലും? മറ്റുള്ളവരുടെ മനസ്സ് വായിക്കലോ? ഇല്ല. ഓക്കെ, ഞാൻ ഓർത്തത് ഫുള്ളി വിഷ്ണു ഞാൻ ബീങ് സക്സസ്ഫുൾ ആണ്. എനിക്ക്
ഈശ്വരാഗ്രഹമുണ്ട്. എല്ലാവരുടെ ആഗ്രഹം സക്സസ്ഫുൾ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് എനിക്ക് ആരെയും മനസ്സിലാക്കണമെന്നില്ലടി, എന്നെ എല്ലാവരും മനസ്സിലാക്കിയാൽ മതി. ട്രാവലിംഗ് എന്റെ വൺ ഓഫ് ദ മോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു ഐ ലൈക്ക് മോസ്റ്റ് അബൌട്ട് മൈ സെൽഫ്? ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോഴാണ് വായിക്കുന്നത്. കോൺഫിഡൻസ് കറക്റ്റാണ്, ശരിയാണ്. ബ്ലോഗിങ്ങോ? അതിന്റെ ഒരു ഹോബി, ഹാബിറ്റ്. What superpower I would like to have? What superpower would I like to have? I like. ഒരു കോൺഫിഡൻസ്. എനിക്കൊരു സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ സ്റ്റാൻഡിൽ ചിരിച്ച് ചിരിച്ചില്ലുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ എക്സാമിന് പഠിക്കാനും ഫുള്ള് കിട്ടും. എന്നെ ചെങ്ങാണ് വിചാരിച്ചു. മൾട്ടി ടാസ്കിങ്. നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്ന് ഇവിടെ അറിയാൻ ട്രെയിൻ ട്രാവലിംഗ്. ടൈം ട്രാവലിംഗ്. നീ എന്തായിരുന്നു പറഞ്ഞേ? മൈൻഡ് റീഡിങ്. ഇൻവിസിബിള്. ആർക്കും കിട്ടിയില്ല. പൂജ കിട്ടോ? എല്ലാവർക്കും പൂജ കിട്ടോ? ഇൻവിസിബിള്. എനിക്ക് സൂപ്പർ പവർ ഇടാണ്, ഞാൻ ഇൻവിസിബിൾ ആകുന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആം ഐ ആൻ എക്സ്ട്രോവേർട്ട് ഓർ ആൻ ഇൻട്രോവേർട്ട്? ഓപ്ഷൻ ഇല്ലാത്ത എഴുതാം. ഓപ്ഷൻ ഇല്ലാത്ത എഴുതാം. അപ്പൊ എല്ലാവർക്കും ഉത്തരം കിട്ടി. ഒരുമിച്ചല്ലേ? 3, 2, 1 start. Yes, correct. Do I have any allergies? ഉണ്ട്. കഴിഞ്ഞ ദിവസം I'm allergic to people. Allergic to people. Steve-Olio. Like a stand-up. ചിക്കൻ എനിക്ക് അലർജി എന്തായാലും എനിക്ക് ഇഷ്ടമില്ല. സ്നീസിങ് ഉണ്ടല്ലോ. അലർജി ഉണ്ട്. അലർജി ഉണ്ടോ ഇല്ലെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. എന്തെല്ലാം ചോദിച്ചിട്ടില്ല. അപ്പൊ ടെക്നിക്കൽ ആൻസേഴ്സ്. ഭയങ്കര ബുദ്ധി കൂടിയ എന്റെ ഏറ്റവും ബുദ്ധി കൂടിയ 2 ഫ്രണ്ട്സ്. What do I always forget? എല്ലാ വർക്കും മോസ്റ്റ് ആയിട്ട് ഭയങ്കര ഞാൻ എപ്പോഴും മറന്നു പോകുന്നേ. ഇവരിത് ഒരു ജയിക്കാൻ വേണ്ടി കളിക്കുന്ന പോലെ ഉണ്ട്. പറ, സ്റ്റാനി പറ. What do I always forget? സത്യം. ഇംഗ്ലീഷിന്റെ വർക്ക് ബുക്ക് ഇന്ന് ആദ്യമായിട്ട് കൊണ്ടുവന്നേ. ഇന്നെന്തിനെ കൊണ്ടുവന്നേ? ഇല്ല, പാസ്വേഡ് എല്ലാം ഞാൻ നോട്ട്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. മൊബൈല് ഇവളുടെ മൊബൈൽ വന്നു വെച്ചിട്ടുണ്ട്. അന്ന് ഓർക്കുന്നുണ്ട്, മൊബൈൽ വന്നു വെച്ചിട്ട് അതും നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും കയ്യിൽ തുടങ്ങണം. അവർക്ക് ഒരാൾ മാർക്ക് മൊബൈൽ ഫോൺ മറന്നു വെക്കത്തില്ല. നീ മറന്നു വെക്കുന്ന ഒരു സാധനം ഫോൺ. ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് 1 മിനിറ്റ് മുമ്പ് ഇവർ ഫോൺ നോക്കി ക്ലാസ് മൊത്തം നടക്കും. അതിന് ക്ലാസ് ഇംഗ്ലീഷ് വർക്ക് ബുക്ക് കറക്റ്റ് ആയിരുന്നു. ഫോണും കറക്റ്റാ, പക്ഷെ ഫോൺ സമ്മതിക്കത്തില്ല. അതിലും മറന്നു എന്നൊക്കെ ഉണ്ട്. പാസ്വേഡ് ഒക്കെ തെറ്റാ. അപ്പൊ 3 ആദ്യം ഞാൻ മനസ്സിൽ വിചാരിച്ചേ വീട്ടിൽ വിളിക്കാൻ. പേഴ്സണൽ കാര്യങ്ങൾ വർക്ക് ബുക്കിന് മാത്രം മാർക്ക് കൊടുത്താൽ മതി.
പാസ്വേഡ് മറക്കുവാൻ ഫോണിൽ എപ്പോഴും പറഞ്ഞു ഫോൺ വേണം കുറെ തവണ ടൈപ്പ് ചെയ്ത് കളിച്ച് എടുത്തോണ്ട് നീയൊക്കെ പോയില്ല അല്ല പാസ്വേഡ് ഇവിടെ നോട്ടിനകത്ത് നോക്കിയേക്കും ഫോൺ തുറക്കാനുള്ള അയ്യേ ഫോൺ ഓപ്പൺ ഫിംഗർ പ്രിന്റ് ഉണ്ട്. ഏത് ഓക്കെ അപ്പൊ നമുക്ക് പോയിന്റ് ഉണ്ടാവും. ഫിംഗർ പ്രിന്റ് അല്ല നിങ്ങളുടെ ഗൈസ്. അപ്പൊ നമുക്ക് പോയിന്റ് കൂട്ടാം ഗൈസ്. അപ്പൊ നമുക്ക് പോയിന്റ്സ് നോക്കാം ഗൈസ്. മാർക്ക് പറയാം. പവിത്ര 12.5, മാളവിക 10, റോസ് 8, റോസ് എന്റെ ഫേക്ക് ഫ്രണ്ട്. സ്റ്റാനിയ 12. ഓക്കെ ഗൈസ്, അപ്പൊ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു പവിത്ര. പവിത്ര എനിക്കൊരു ഗിഫ്റ്റ് മേടിച്ച് തന്നാ മതി. നീ എന്നോട് മിണ്ടണ്ട. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് എത്ര പെടുന്നത്. ബൈ ഗൈസ്.